പേജ് നമ്പർ 114 എടുത്തേ. പേജ് നമ്പർ 114. അതിൽ മൂന്നാമത്തെ ചോദ്യം എഴുതുക കേട്ടോ. പേജ് നമ്പർ 114 മൂന്നാമത്തെ ചോദ്യം. അതിൽ ചിത്രം വരയ്ക്കാനുണ്ട്. ആ ചിത്രം വലതുപോലെ കേട്ടോ. എല്ലാവരും ചോദ്യം ഒന്ന് വായിച്ചു നോക്കി. ചോദ്യം ഒന്ന് വായിച്ചു. ദ ഫിഗർ ഷോസ് എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. എ ട്രയാങ്കിൾ, ഒരു ത്രികോണമുണ്ട്. ആൻഡ് ഇറ്റ്സ് സർക്കം സർക്കിൾ, അതിന് ഒരു പരിവൃത്തവും വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചോദ്യം, കമ്പ്യൂട്ട് ദി ഡയാമീറ്റർ ഓഫ് ദി സർക്കിൾ. ആ വൃത്തത്തിൻ്റെ വ്യാസം കണ്ടുപിടിക്കണം. ഡയാമീറ്റർ കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ. Second one, compute the lengths of the other two sides of the triangle. മറ്റു രണ്ട് വശങ്ങളുടെ നീളവും കൂടി കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിന് പേര് കൊടുക്കും അല്ലേ. ഇത് എ ആയിക്കോട്ടെ, ഏത് വശത്തിന് പേര് കൊടുത്താൽ ഇവിടെ എ ആയാലും കുഴപ്പമില്ല. ഇത് ബി ആയിക്കോട്ടെ, ഇത് സി ആയിക്കോട്ടെ. നമുക്ക് എല്ലാ വശങ്ങളുടെയും നീളം കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് എല്ലാ കോണുകളും നമുക്ക് കിട്ടും. എല്ലാ കോണുകളും നമുക്ക് അറിയണം. എല്ലാ ആംഗിൾസിൻ്റെയും മെഷർ നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ. അതായത് ആംഗിൾ എ ഈക്വൽ ടു 50 ഡിഗ്രി, അതുപോലെ തന്നെ ആംഗിൾ ബി ഈക്വൽ ടു 60 ഡിഗ്രി. therefore ആംഗിൾ സി ഈക്വൽ ടു, ആംഗിൾ സി എന്താ വരിക, മൊത്തം 180 മൈനസ് 50 പ്ലസ് 60 എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 മൈനസ് 110 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി? അത് 70 ഡിഗ്രി. അപ്പോൾ ഈ സി എന്ന് പറയുന്ന കോണിൻ്റെ അളവ് കൂടി നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം മൂന്നാമത്തെ കോണിൻ്റെ അളവ് കണ്ടുപിടിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കോണുകളുടെയും അളവുകളായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ആദ്യത്തെ ചോദ്യം എന്താ പറയുന്നത്, കമ്പ്യൂട്ട് ദ ഡയാമീറ്റർ ഓഫ് ദി സർക്കിൾ. ആ വൃത്തത്തിൻ്റെ വ്യാസം കണ്ടുപിടിക്കണം, ഡയാമീറ്റർ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഡയാമീറ്റർ കണ്ടുപിടിക്കുക? നമ്മൾ ഇതുമായിട്ട് ഒരു ത്രികോണവും അതിന് പരിവൃത്തവും അല്ലേ, ഒരു ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് എ സർക്കം സർക്കിൾ, ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫോർമുലയുണ്ട്. എ ബി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുണ്ട്, ബി സി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുണ്ട്, എ സി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുണ്ട്. ശരിയല്ലേ? അപ്പം ഇവിടെ എ ബി ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എ ബി വെച്ചുകൊണ്ട് വേണം, എ ബിയുടെ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ കണക്കിലേക്ക് നമുക്ക് കടക്കാനായിട്ട് അല്ലേ. എ ബിയുടെ അളവ് തന്നിരിക്കുന്നു, ആ എ ബിയുടെ അളവ് ഉപയോഗിച്ചുകൊണ്ട് വേണം ഇതിൻ്റെ ഡയാമീറ്റർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ എഴുതുന്നത്, എ ബിയുടെ ഫോർമുല എടുത്ത് എഴുതുക. അതായത് എ ബി ഈക്വൽ ടു 2r സൈൻ യെസ് 2r സൈൻ സി. പക്ഷെ ഇത് എ ബി കണ്ടുപിടിക്കാനാണെങ്കിലും എ ബി തന്നിട്ടുണ്ട് നമുക്ക്. നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡയാമീറ്റർ ആണ്, വ്യാസമാണ് അല്ലേ.
അപ്പം നമ്മൾ ഈ ഫോർമുല തിരിച്ചെഴുതും. എ ബി കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ നമ്മൾ എ ബി ഈക്വൽ എന്നുള്ള ഫോർമുല തന്നെ നമ്മൾ തുടർന്ന് എഴുതുന്നു. അതേസമയം ഡയാമീറ്റർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഫോർമുല നമ്മൾ തിരിച്ചെഴുതും. അതായത് 2r sin c ഈക്വൽ ടു എന്താണ് എ ബി. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് അല്ല, ഡയാമീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം 2r ആണ് കണ്ടുപിടിക്കേണ്ടത്. 2r ആണ് ഡയാമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത്. 2r ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ സൈൻ സി. അപ്പോൾ 2r കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം നമ്മൾ വ്യാസം കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം നമ്മൾ എഴുതി കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്ക് വേണമെങ്കിൽ നേരെ എഴുതി പോവാം അല്ലേ. എ ബിയുടെ അളവ് നമുക്ക് തന്നിട്ടുണ്ട് 4 ഡിവൈഡഡ് ബൈ സൈൻ സി. സി എന്ന് പറയുന്ന കോൺ അല്ലേ, ഇതിൻ്റെ എതിർഭാഗത്തുള്ള കോൺ, അതായത് സൈൻ 70 ഡിഗ്രിയാണ്. ശരിയല്ലേ? അപ്പോൾ അതായത് 4/4 ഡിവൈഡഡ് ബൈ സൈൻ 70ന്റെ വില വേണം നമുക്ക് അവിടെ എഴുതാനായിട്ട്. സൈൻ 70 എത്രയാ? 0.9397, 0.9397. അങ്ങനെ വരുമ്പോൾ നമുക്കിത് എന്ത് എഴുതിയാൽ മതി? 2 സ്ഥാനത്തിനാക്കി മാറ്റാം. അപ്പം മൂന്നാമനാര വലിയ ടീമാണ്, അപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. 94 വെച്ച് ചെയ്താൽ മതി, ആ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 0.94 ഇത് ഉപയോഗിച്ച് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എങ്ങനെ നമ്മൾ പോയിന്റ് ഇല്ലാണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അതിൻ്റെ ബാക്കി ഞാൻ കുടിക്കെടുത്ത് എഴുതാം. അതായത് 100 കൊണ്ട് കുടിക്കേണ്ടി വരും അല്ലേ. 4/0.94 ഇൻറ്റു 100 ഡിവൈഡഡ് മുകളിലോട്ട് എന്ത് ചെയ്യണം? 100 കൊണ്ട് കുടിക്കണം. അങ്ങനെ വരുമ്പോൾ എന്തായി? 400 ഡിവൈഡഡ് ബൈ 94. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 400നെ 94 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വ്യാസത്തിൻ്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 400 എന്ത് ചെയ്യണം? 94 കൊണ്ട് സാധാരണ പോലെ നമ്മൾ ഹരിക്കുക. 400 ഡിവൈഡഡ് ബൈ 94. ഈ 94 400 94 എന്ന് പറഞ്ഞാൽ അത് 100നോട് അടുത്താണ് അല്ലേ. അപ്പം അത് 100 എന്ന് കരുതിയാൽ 100 400 എത്ര പ്രാവശ്യം പോവുക? 4 പ്രാവശ്യം. 4 പ്രാവശ്യം തന്നെ പോകുള്ളൂ. അപ്പം 4 4 × 4 16, ബാക്കി 1 36, 36 36 1 എത്രയാണ്? 37. കുറയ്ക്കുമ്പോൾ 4 കിട്ടി, 8 വരുമ്പോൾ 24 എന്ന്. ഇല്ലാത്ത ഒരു 0 നമ്മൾ ചേർത്ത് പോയിന്റ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇതിൽ എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം തന്നെ പോകുള്ളൂ. അപ്പോൾ 8 2 18 ഇത്രയും പോകുള്ളൂ, 3 പ്രാവശ്യം പോകില്ല. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 2r ലെങ്ത് 4.2 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടെത്തിയത് 2r, അതായത് ഡയാമീറ്ററാണ് നമ്മൾ കണ്ടെത്തിയത്. എന്ന് പറഞ്ഞാൽ വ്യാസമാണ് നമ്മൾ കണ്ടെത്തിയത്. എത്രയെന്ന് പറഞ്ഞിട്ട്? 4.2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമുക്ക് 2r കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ വ്യാസം കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഡയാമീറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയില്ലേ നോക്കി. അപ്പോൾ ഡയാമീറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം എന്താ പറയുന്നത്? അപ്പോൾ ചോദ്യത്തിന് നമ്മൾ ആൻസർ എഴുതി കഴിഞ്ഞു. ഈ കാര്യം മനസ്സിലായി നോക്കി. ഇതിലേതെങ്കിലും ഒരു ഭാഗം പറയണോ എന്ന് നോക്കി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൽ തരാത്ത ആംഗിളിൻ്റെ മെഷർ കണ്ടുപിടിച്ചു. 70 ഡിഗ്രി കിട്ടിയത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ശരി, തുടർന്ന് നമ്മൾ എന്ത് ചെയ്തു? എ ബി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതുപയോഗിച്ച് വേണം നമുക്ക് റേഡിയസിലേക്ക്, അല്ലെങ്കിൽ ഡയമീറ്ററിലേക്ക്, അല്ലെങ്കിൽ വ്യാസത്തിലേക്ക് നമുക്ക് പോകാനായിട്ട്. അപ്പം നമ്മൾ എ ബി അതുപയോഗിച്ചുകൊണ്ട് 2r കണ്ടുപിടിച്ചു. 2r എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ ആണത്, വ്യാസമാണത്, ആരത്തിൻ്റെ ഇരട്ടി അല്ലേ, റേഡിയസിൻ്റെ ഇരട്ടി. അതാണ് 2r എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. 4.2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇതിന് മുൻപത്തെ കണക്കുകളിൽ നമ്മൾ റേഡിയസ് ആണ് കണ്ടുപിടിച്ചിരുന്നത്, ആരമാണ് കണ്ടുപിടിച്ചിരുന്നത്. അങ്ങനെ വരുമ്പോൾ 6 മാത്രമാണ് ഇവിടെ നിർത്തിയിരുന്നത് അല്ലേ. എന്നിട്ട് മറ്റുള്ളവരെ ഇങ്ങോട്ട് മാറ്റുകയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ 2r, അതായത് വ്യാസം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും പറഞ്ഞത് മനസ്സിലായ? ഇനി അപ്പോൾ ഒരു കാര്യം ചെയ്യുമോ, ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതി വെച്ച് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വയ്ക്കും. ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതി വയ്ക്കും വേഗം.
ഓക്കെ. അപ്പോൾ എല്ലാവരും എഴുതി കഴിഞ്ഞല്ല, പോസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഇനി അതിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം പറയുന്നത് മറ്റു രണ്ട് വശങ്ങളുടെ നീളങ്ങൾ എഴുതുക എന്നാണ് അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റു രണ്ട് വശങ്ങളുടെ നീളങ്ങൾ എഴുതുക, മറ്റു രണ്ട് വശങ്ങളുടെ നീളങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു രണ്ട് വശങ്ങൾ ഏതാ? ബി സി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ബി സി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതുന്നത് ബി സി ഈക്വൽ ടു 2r സൈൻ, അതിലില്ലാത്ത അക്ഷര എ, 2r സൈൻ എ ഫോർമുല എടുത്തെഴുതി. ഇവിടെ നമ്മൾ ബി സിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ബി സിയുടെ ഫോർമുല തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, തിരിച്ചെഴുതേണ്ട കാര്യമില്ല. ശരി, അങ്ങനെ വരുമ്പോൾ 2r നമുക്കറിയാം 4.2 ആണ്, നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞതാണ്. 2r എന്ന് പറഞ്ഞാൽ ആരത്തിന്റെ ഇരട്ടി, വ്യാസം, അതാണ് നമ്മൾ കണ്ടെത്തിയത്. ഇൻറ്റു സൈൻ എത്ര ഡിഗ്രി? സൈൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഡിഗ്രി? അത് സൈൻ 50 ഡിഗ്രി. അതായത് 4.2 ഇൻറ്റു സൈൻ 50ന്റെ വിലയാണ് നമുക്കവിടെ വേണ്ടത്. സൈൻ 50ന്റെ വില 0.7660, 0.7660, 7660. ഇത് നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബി സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് നമ്മൾ ഗുണിക്കുക, പോയിന്റ് ഇല്ല, 0 ഇല്ല എന്ന് കരുതി ഗുണിക്കുക. അപ്പൊ എന്തിനെ എന്തുകൊണ്ട് ഗുണിക്കണം? 766 അല്ലേ, 766നെ 42 കൊണ്ട് ഗുണിക്കുക. തന്നെത്താൻ ഗുണിച്ചോളൂടാ. ശരി, 12 2 ബാക്കി 1, 12 13 ബാക്കി 1, 14 15. ശരി, 6 4 24 4 ബാക്കി 2, 6 4 24 2 26 ബാക്കി 2, 28 30 കൂട്ടി എഴുതുമ്പോൾ 2 7 11 1 ബാക്കി 1, നമുക്ക് കിട്ടുന്നത് 32 17 2. ഒരു 0 ചേർക്കാനുണ്ട്. ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ 4 സ്ഥാനം, അപ്പൊ 5 സ്ഥാനം മാറ്റണം. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 3.21 സെന്റിമീറ്റർ. 3.21 സെന്റിമീറ്റർ എന്ന് നമുക്ക് നമുക്ക് കിട്ടും. 3.21 സെന്റിമീറ്റർ. ഇതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുണ്ടാവും? എ സി കണ്ടുപിടിക്കേണ്ടതുണ്ട്. എല്ലാവരും എ സി ഒന്ന് വേഗം കണ്ടുപിടിച്ച് ഇത് എഴുതിയെടുക്കുക. അതിനുശേഷം എ സി കണ്ടുപിടിക്കുക വേഗം. എല്ലാവരും തന്നെത്താൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. തന്നെത്താൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്കൊന്ന് നോക്കുക, ചെയ്തത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ഇവിടെ ഗുണിക്കേണ്ടതും ഹരിക്കേണ്ടതുമായ കാര്യങ്ങൾ, കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക എന്നൊക്കെ ഉള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം അല്ലേ. ഞാനിവിടെ ചെയ്യുന്ന കണക്കുകൾ പകർത്തി വയ്ക്കാൻ നിങ്ങൾ വേണ്ട കേട്ടോ, അത് ചെറിയ പിള്ളേർ ചെയ്തോളൂ. നിങ്ങൾ ഓരോന്നും തന്നെത്താൻ ചെയ്യുക.
ഗുണനം അത് തന്നെത്താൻ കുറിച്ച് നോക്കുക, ഹരണം ഉണ്ടെങ്കിൽ തന്നെത്താൻ ഹരിച്ചു നോക്കുക, അതുപോലെ തന്നെ കൂട്ടൽ കുറയ്ക്കലൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ വർക്കിംഗ് കുളത്തിൽ ചെയ്ത് നോക്കിയിരിക്കണം. ചെയ്ത് നോക്കിയിട്ട് വേണം ഇവിടേക്ക് എടുത്ത് എഴുതാനായിട്ട് കേട്ടോ, അല്ലാതെ എഴുതിയിട്ട് കാര്യമില്ല കേട്ടോ, അത് മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവരും ശരിയല്ലേ? ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കണക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ഓക്കെ ശരി കേട്ടോ. ഓക്കെ, എല്ലാവരും പേജ് 114 4-ാമത്തെ ചോദ്യം കേട്ടോ, 4-ാമത്തെ ചോദ്യം എഴുതി. എല്ലാവരും ചോദ്യം എഴുതി കഴിഞ്ഞു അല്ലേ? എന്താണ് ചോദ്യത്തെ പറയുന്നത് എന്ന് നോക്കി. എ സർക്കിൾ ഈസ് ടു ബി ഡ്രോൺ, ഒരു വൃത്തം നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. ഓക്കെ ആയിക്കോട്ടെ. പാസിംഗ് ത്രൂ ദ എൻഡ്സ് ഓഫ് എ ലൈൻ, ഒരു വരയുടെ രണ്ടറ്റത്തുള്ള ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തമാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ ലോങ്. ആ വരയ്ക്ക് ആ ലൈനിന് എത്ര സെൻറ്റിമീറ്റർ നീളമുണ്ട്? 5 സെൻറ്റിമീറ്റർ നീളമാണ് ഉള്ളത്. ആൻഡ് ദ ആംഗിൾ ഓൺ ദി സർക്കിൾ ഓൺ വൺ സൈഡ് ഓഫ് ദി ലൈൻ ഷുഡ് ബി 80 ഡിഗ്രി. അതായത് ആ വശത്തിൻ്റെ എതിർഭാഗത്തുള്ള കോൺ, ആ വശത്തിൻ്റെ എതിർഭാഗത്തുള്ള കോൺ എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രിയാണ് എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഷുഡ് ബി ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ? അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിൻ്റെ, ആ വൃത്തത്തിൻ്റെ ആരം എത്രയാണ്? റേഡിയസ് എത്രയാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം ബോർഡിലേക്കൊന്ന് ശ്രദ്ധിക്കുക. എന്താണ്? ഒരു വൃത്തം നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. ആ വൃത്തം വരയ്ക്കുന്നത് എന്തായിരിക്കണം? 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര, 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ രണ്ടറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന വൃത്തമായിരിക്കണം. രണ്ടറ്റങ്ങളിലൂടെ ആ വൃത്തം കടന്നു പോകണം. അപ്പോൾ ഇങ്ങനെ രണ്ടറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തത്തെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ രണ്ടറ്റത്തുള്ള പോയിന്റ്സ് എയും ബിയുമാണ് എന്ന് കരുതുക. ഇനി പറഞ്ഞിരിക്കുന്നു ഈ വശത്തിൻ്റെ, ഈ ലൈനിൻ്റെ എതിർഭാഗത്തുള്ള ആംഗിൾ എത്ര ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നത്? 80 ഡിഗ്രിയാണ് എന്ന് തന്നിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ചോദ്യം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ എന്ന് നോക്ക്. ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്ക്. ചോദ്യം 2, 3 പ്രാവശ്യം വായിച്ചു നോക്ക്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ. ആദ്യം അവർക്കത് മനസ്സിലാവണം, എന്നിട്ട് വേണം ചിന്തിക്കാൻ. ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം ആ കണക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാൻ തന്നെ. അപ്പോൾ 1, 2 പ്രാവശ്യം വായിച്ചു നോക്കുക. അപ്പോൾ നമുക്കത് ചോദ്യം എന്താണെന്ന് വ്യക്തമാവും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് കാര്യം. നമുക്ക് എന്താ ലക്ഷ്യം? നമ്മുടെ ഇതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ കേന്ദ്രം ഇതാണെങ്കിൽ ഇത് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഉദ്ദേശമുള്ളൂ. അതായത് AO കണ്ടുപിടിക്കണം. AO ആണ് ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ചിത്രം നിങ്ങൾക്ക് വരച്ചത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഒരു വര, ആ വരയുടെ രണ്ടറ്റത്തുള്ള ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന വൃത്തമാണ് വേണ്ടത്. ആ വശത്തിൻ്റെ എതിർഭാഗത്തുള്ള കോൺ എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രിയാണ്. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം, ചെയ്തു. ഇപ്പം നമുക്ക് നമ്മുടെ കൈവശം എന്തുള്ള AB ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ AB കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ കണക്ക് നമ്മൾ ചെയ്യാനായിട്ട്, അല്ലേ? അപ്പോൾ ചെയ്തോളൂ. ചിത്രം വരയ്ക്കുക, എന്നിട്ട് ആ കണക്ക് ചെയ്തു.
എന്തായി എല്ലാവരെയും? ഇനി എന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിച്ചു. ഇനി എന്ത് ചെയ്യണം? പല മാർഗമുണ്ട്. ഒരു മാർഗം എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഇതിനെ ഹരിക്കുക. അപ്പോൾ 2 5ൻ്റെ പകുതി എത്ര? 2. അതിനെ ഹരിക്കുക, അതൊരു മാർഗം. മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ 5 അവിടെ കിടന്നത് തമ്മിൽ ഗുണിക്കുക. ആ ഗുണിച്ച് കിട്ടുന്നതിന് 5 കൊണ്ട് ഹരിക്കുക. അതായിരിക്കും നല്ലത്. ഇത് തമ്മിൽ നമുക്ക് ഗുണിക്കാം. അതായത് 98 48നെ 2 കൊണ്ട് നമുക്ക് ഗുണിക്കാം. ഓക്കെ. അതായത് 16 6 ബാക്കി 1 8 9 16 6 ബാക്കി 1 9 2 18 19. ശരി, 4 സ്ഥാനം മാറ്റം കണ്ടപ്പോൾ അത് 1.969 എന്നാണ് കിട്ടിയത്. അപ്പോൾ നമുക്കതിന് എന്തായിട്ട് എടുക്കാം? 1.97 ആയിട്ട് നമുക്ക് അതിനെടുക്കാം. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരിക? 5/2 കൊണ്ട് ഗുണിച്ചു വരും. അപ്പോൾ 1.97. 100 കൊണ്ട് ഗുണിക്കണം. മുകളിലും 100 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ മുകളിൽ എന്താ വരിക? മുകളിൽ 500 വന്നു. താഴെ എന്ത് വന്നു? 197 എന്ന് വന്നു. ഈ 197 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. 197 കൊണ്ട് 500 ഹരിക്കണം. 197 അപ്പോൾ 500 ഹരിക്കണം 197 കേട്ടോ. 197 എന്ന് പറഞ്ഞാൽ 200ൻ്റെ അടുത്താണ് അല്ലേ? 200 500 എത്ര പ്രാവശ്യം പോകുന്ന നോക്കിയാൽ മതി. ഒരു പ്രാവശ്യം വരുമ്പോൾ 200, 2 പ്രാവശ്യം വരുമ്പോൾ 400, 3 പ്രാവശ്യം വരുമ്പോൾ 600. ഇവിടെ 2 പ്രാവശ്യം പോകുന്നു. 2 ഗുണിക്കാം. 9 7 2 14 4 ബാക്കി 1 18 19 9 ബാക്കി 1. ശരി, 394 വന്നു. 6 1 10 വന്നപ്പോൾ 0 1 4. അപ്പോൾ ഇത് 9. അപ്പോൾ ഇത് ബാക്കി 106 എന്ന് പറഞ്ഞു. ഇല്ലാത്ത ഒരു 0 നമ്മൾ ചേർത്ത് കൊടുക്കും. ഇല്ലാത്ത ഒരു 0 ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് കൊടുക്കും. അപ്പോൾ 197 1060 എത്ര പ്രാവശ്യം പോകും? ഇത് 200ൻ്റെ അടുത്താണെന്നല്ലേ പറഞ്ഞേ. 1000 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോകും. അത്രയാണ്. അപ്പോൾ 5 എന്ന് എഴുതുക. അപ്പോൾ 7 35 5 ബാക്കി 3 9 45 3 48 8 ബാക്കി 4 5 4 9. തൽക്കാലം നമുക്ക് ഇത്രയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ എത്രയത്? 2.5 സെൻറ്റിമീറ്റർ. ഇതാണ് എന്തായിട്ട് നമുക്ക് കിട്ടിയത്? ആരം, അല്ലെങ്കിൽ എന്താ പറയുക, റേഡിയസ് ആയിട്ട് കിട്ടുന്നത്. ഈ പറഞ്ഞ റേഡിയസ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് 2.5 സെൻറ്റിമീറ്റർ. വേണമെങ്കിൽ ഒരു സ്ഥാനം കൂടെ ഒക്കെ ചെയ്യാൻ വേണ്ട, ഇതായാലും മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എത്തിയോ നോക്കി? ഇതിൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ നോക്കി? പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ പുതിയതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നോക്കേണ്ടത്. ഇത് ഗുണിക്കുക, എന്നിട്ട് ഹരിച്ചാൽ കേട്ടോ. അപ്പോൾ മനസ്സിലായില്ല? എല്ലാവരും എഴുതിയിരിക്കാം. ഓക്കെ അല്ലേ? നോക്കാം. അപ്പോൾ ഓക്കെ അല്ലേ? പേജ് 114 5ാമത്തെ ചോദ്യം എല്ലാവരും കേട്ടോ. 114 5ാമത്തെ ചോദ്യം എല്ലാവരും. അവിടെ ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രം കൂടി വായിക്കേണ്ടതുണ്ട് കേട്ടോ. എല്ലാവരും ചിത്രം വരച്ചു കഴിഞ്ഞു അല്ലേ?
ചോദ്യം എഴുതി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, തുടങ്ങാം. എന്താണ് പറയുന്നത്? ദ പിക്ചർ ബിലോ ഷോസ് പാർട്ട് ഓഫ് എ സർക്കിൾ. അതായത് ഒരു ചിത്രം തന്നിട്ടുണ്ട്, അതൊരു വൃത്തത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത്, ഒരു വൃത്തത്തിൻ്റെ കഷ്ണമാണ് എന്ന് പറയുന്നത്. വൃത്തത്തിൻ്റെ കഷ്ണമാണ്, ഒരു സംശയമില്ല, അത് ഒരു വൃത്തത്തിൻ്റെ കഷ്ണം തന്നെയാണ്. ക്ലിയർ ആണ് കാണുന്നത്. ഇതൊരു വൃത്തത്തിൻ്റെ കഷ്ണമാണ്, പകുതിയൊന്നും ഇല്ലത്, വൃത്തത്തിൻ്റെ കഷ്ണമാണ്. ഇത് 8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ആംഗിൾ നമുക്ക് കാണാം. ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ഡിഗ്രി എന്ന് പറഞ്ഞാൽ 140 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇനി പറയുന്നു എന്താ? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് എന്താണ് എന്നാണ് ചോദ്യം. ഇത് സർക്കിൾ മുഴുവനായിട്ടും ഇല്ല, ഇത് സർക്കിളിൻ്റെ ഒരു കഷ്ണമേ ഉള്ളൂ. എന്നിട്ട് പറയണു ഈ സർക്കിൾ മുഴുവനും ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ റേഡിയസ് എന്താവും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റുക? ഇതിന് നമുക്ക് എ എന്നും ഇതിനെ നമുക്ക് ബി എന്നും നമുക്ക് വിളിക്കാം, അല്ലേ? എ എന്ന് വിളിക്കാം, ബി എന്ന് വിളിക്കാം. വേണമെങ്കിൽ ഇതിന് നമുക്ക് സി എന്ന് വിളിക്കാം. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ? ഇതെന്താ പ്രശ്നം? എ ബി സൈൻ സി. ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. സി എന്ന് പറയുന്നത് കോണിൻ്റെ അളവാണ്. സൈൻ സി എന്ന് പറയുമ്പോൾ സൈൻ 140 ഡിഗ്രി എന്ന് വരും. നമുക്കറിയാം 140 വരാൻ പാടില്ല, അല്ലേ? 90-ൽ താഴെ 1 മുതൽ 89 വരെയുള്ള അളവുകളാണ് നമുക്ക് വരികയുള്ളൂ സാധാരണഗതി. അപ്പോൾ 140 വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ശരി. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് നോക്കി നോക്കാം. നമ്മൾ 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, സർക്കിൾ എന്ന് പറയുന്ന അധ്യായത്തിൽ. അത് വിശദമായിട്ട് നിങ്ങൾക്കത് എടുക്കുന്ന സമയത്ത് ഞാനത് പറഞ്ഞു തരാം. ഇതുപോലെയാണ് വരുന്നതെങ്കിൽ ഒരു വൃത്തത്തിൽ, ഒരു ചതുർഭുജത്തിന് 4 മൂലകളും ഒരു വൃത്തത്തിലാണെങ്കിൽ all the 4 vertices of a quadrilateral is on the circle. അപ്പോൾ ഒരു ചതുർഭുജത്തിൻ്റെ, ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ 4 വെർട്ടെക്സുകളും 4 മൂലകളും ഒരു വൃത്തത്തിലാണെങ്കിൽ ഈ കോണിൻ്റെ അളവും ഈ കോണിൻ്റെ അളവും കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി എന്നാണ് നമുക്ക് കിട്ടുക. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ബി ആണ് എങ്കിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180. അതുപോലെ തന്നെ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 360 ഡിഗ്രി വരണം. ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഈ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഈ ഒരു കാര്യം വർക്കിംഗ് കുളത്തിൽ ഒന്ന് എഴുതിയിരിക്കുക. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. ബിയും ഡിയും കൂടി കൂട്ടുമ്പോൾ 180. അതുപോലെ തന്നെ എയും സിയും കൂടി കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിന്? 180 ഡിഗ്രി. മൊത്തം 360 ഡിഗ്രി. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം വർക്കിംഗ് കുളത്തിൽ ഒന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇതും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ഓക്കെ, എല്ലാവരും വരച്ചു കഴിഞ്ഞു, എഴുതി കഴിഞ്ഞു ഞാൻ വിചാരിക്കാം. ശരി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലാണ് ഈ വൃത്തത്തെ നമുക്കൊന്ന് കംപ്ലീറ്റ് ആക്കാം. ഈ വൃത്തം ഒന്ന് മുഴുവനാക്കാം. വൃത്തം നമ്മൾ മുഴുവനാക്കിയിരിക്കുന്നു. സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. കംപ്ലീറ്റ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ നമ്മൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആദ്യം അങ്ങനത്തെ ഒരു ചിത്രം വരയ്ക്കണം. അതിനുശേഷം അങ്ങനത്തെ ഒരു ചിത്രം വരച്ച് അതിനുശേഷം എന്ത് ചെയ്യണം? വേറൊരു ചിത്രം കംപ്ലീറ്റ് ആയിട്ടുള്ള വേറൊരു ചിത്രം കൂടി നിങ്ങൾ വരയ്ക്കണം കേട്ടോ. മറ്റേ ചിത്രം ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് മറ്റേത്. അപ്പോൾ ഇങ്ങനെയായി കിട്ടിയിരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് നേരത്തെ മുൻപ് പറഞ്ഞൊരു കാര്യം വെച്ചിട്ടാണെങ്കിൽ ഇത് നമുക്ക് യോജിപ്പിക്കാം. ഇത് നമുക്ക് ഡി എന്ന് വിളിക്കാം. ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ, അല്ലേ, എയും ബിയും സിയും ഡിയും വൃത്തത്തിലല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കോണും കൂടി കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാണ്? 180. ഇത് 140 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി വരിക? ഇത്
180 നിന്ന് 140 കുറയ്ക്കുക. അപ്പോൾ എത്ര ഡിഗ്രിയാ? 40 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇത് എത്ര ഡിഗ്രിയാണ്? ഇത് 40 ഡിഗ്രിയാണ്. ഇത്രത്തോളം എത്തിയെന്ന് നോക്കി. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ത്രികോണം ഇനി പരിഗണിച്ചാൽ മതി. അല്ലേ? ഈ ത്രികോണം പരിഗണിക്കുമ്പോൾ നമുക്ക് 40 ഡിഗ്രി സൈൻ 40 വന്നാൽ ഒരു പ്രശ്നമില്ല. ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ മനസ്സിലായ ഈ ത്രികോണം വെച്ചുകൊണ്ട് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം കോണിൻ്റെ അളവ് 140 നമുക്ക് 1 മുതൽ 89 ഡിഗ്രി വരെ സൈനിൻ്റെ വില വരാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വരാൻ പറ്റില്ല. ഇവിടെ 140 വന്നാൽ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ രണ്ടാമത്തെ അധ്യായത്തിൽ പഠിക്കുന്ന ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നു. അവിടെ 140 ആണെങ്കിൽ ഇപ്പോഴത്തെ എത്ര വരിക? 40 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ 40 ഡിഗ്രിന്ന് നമ്മൾ എടുത്തു. ഇനി നമ്മൾ പരിഗണിക്കുന്നത് ഈ ത്രികോണമാണ്. നമ്മൾ പരിഗണിക്കുന്നത് ABD. അതിൽ ഒരു വശത്തിൻ്റെ നീളം AB-യും അതിൻ്റെ എതിർഭാഗത്തിൻ്റെ അളവ് 40 ഡിഗ്രിയുമാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ എഴുതുന്നു ഇൻ ട്രയാങ്കിൾ ADB എന്ന് പറയുന്ന ത്രികോണത്തിനകത്താണ് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. നേരത്തെ ആകെ ഒരു ത്രികോണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ അങ്ങനെ വെച്ച് അത് നമ്മൾ പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം അല്ലേ? ആംഗിൾ D ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ A, അതായത് 180 മൈനസ് 140 ഡിഗ്രി. അങ്ങനെ വരുമ്പോൾ 40 ഡിഗ്രി. അത് 40 ഡിഗ്രി കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ക്വാണ്ടിറ്റിയുടെ അളവ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻ ട്രയാങ്കിൾ ADB എന്ന് പറയുന്ന ത്രികോണത്തിൽ, മട്ടത്രികോണമല്ല കേട്ടോ, റൈറ്റ് ട്രയാങ്കിൾ അല്ലത് എന്ന ത്രികോണത്തിൽ, ശരിയല്ലേ? എന്താണ് AB കണ്ടുപിടിക്കാനുള്ള ഫോർമുല? AB ഈക്വൽ ടു 2R സൈൻ C ആണോ ഇവിടെ? അല്ല, നമ്മൾ പരിഗണിക്കുന്നത് ADB എന്ന് പറയുന്ന ത്രികോണമാണെങ്കിൽ ABക്ക് എതിർഭാഗത്തുള്ള കോണം ഏതാ? സൈൻ D ആണ്. ഇവിടെ D വരാണ്ടായ കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ല. C വന്നാൽ കണക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തതിന് D എന്നൊക്കെ വിളിച്ചത്. ഓക്കെ, നമ്മുടെ ഉദ്ദേശം ഇതിന്റെ റേഡിയസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ? റേഡിയസ്. അപ്പൊ നമ്മൾ തിരിച്ചെഴുതിയേ പറ്റൂ. അപ്പോൾ നമ്മൾ എന്തെഴുതുന്നു? 2R സൈൻ D ഈക്വൽ ടു AB. ഓക്കെ, അതിൽ റേഡിയസ് R ഈക്വൽ ടു പറഞ്ഞു AB ഡിവൈഡ് ബൈ 2 ഇൻറ്റു സൈൻ D എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞ് ABയുടെ അളവ് എത്രയാണ്? ABയുടെ അളവ് 8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ Dയുടെ അളവ് എത്രയുടെ? Dയുടെ അളവ് എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രിയാണ്. അതായത് 8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 40ന്റെ വില നമുക്കറിയണം അല്ലേ? സൈൻ 40 എത്രയാ? 0.6428. അത് നമുക്ക് തരും കേട്ടോ. 0.6428 അതൊക്കെ നമുക്ക് തരും. ഇവിടെ ഈ രണ്ട് കൃത്യമായിട്ട് ഇതിൽ വെട്ടിപ്പോകും എന്നതുകൊണ്ട് 4. അങ്ങനെ വന്നപ്പോൾ എന്തായി? 4 ഡിവൈഡഡ് ബൈ 0. ഇവിടെ നമുക്ക് 2 സ്ഥാനം മതി, കാരണം ഹരിക്കാനുള്ളതല്ലേ. അപ്പോൾ മൂന്നാമത്തവൻ 2ആണ് കിട്ടുക. അപ്പോൾ 0. എത്രയാ? 64. 0.64. അങ്ങനെ നമുക്ക് കിട്ടും. ഇനി പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്നുള്ളത് അറിയാലോ? ഇതിനെ നമ്മൾ 100 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ? അതുപോലെ തന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ എന്തായി? 400 ഡിവൈഡഡ് ബൈ 64 എന്ന് നമുക്ക് കിട്ടും. 64 എന്ന് നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യണം? അത് ഡിവൈഡ് ചെയ്യുന്നത് വേഗം ആയിക്കോട്ടെ. ഇത് മനസ്സിലായല്ല? ഒന്നും കൂടി ഒന്ന് നോക്കി ചിത്രം എങ്ങനെയാണ് ഇങ്ങനെ വന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. ശ്രദ്ധയോടുകൂടി അതൊന്ന് നോക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് കണക്ട് ചെയ്യുക.
തന്നത്താൻ ഹരിക്കുക കേട്ടോ. ഇവിടെ ഗുണിക്കേണ്ടതും ഹരിക്കേണ്ടതും ഒക്കെ തന്നെത്താൻ ചെയ്യണം കേട്ടോ. ഒരിക്കലും നോക്കി എഴുതാൻ നിൽക്കരുത്. ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ബോർഡിലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുക. കാരണം നമ്മൾ ഇങ്ങനത്തെ കണക്കുകൾ കുറേ ആയി ചെയ്യണം അല്ലേ. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എല്ലാവരും ശരിയായി നോക്കി. 400 64 കൊണ്ട് ഹരിക്കുന്നു. അങ്ങനെ ഹരിക്കുമ്പോൾ നമുക്ക് 6.26 സംതിങ് ഒക്കെയാണ് വരിക. 6.26 എന്ന് നമുക്ക് തൽക്കാലം എഴുതി അവസാനിപ്പിക്കാം. 27 അല്ലെങ്കിൽ 26 ഏതായാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് മനസ്സിലായി കഴിഞ്ഞു അല്ലേ. ഇനി അതിൽ അവസാനത്തെ ചോദ്യം, അതായത് 6ാമത്തെ ചോദ്യം എല്ലാവരും എഴുതുക കേട്ടോ. 6ാമത്തെ ചോദ്യം എഴുതുക. ചോദ്യം ഒന്ന് വായിച്ചു നോക്കി. എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? എ റെഗുലർ പെൻറ്റഗൺ ഈസ് ഡ്രോൺ വിത്ത് ഓൾ ഇറ്റ്സ് വെർട്ടിസസ് ഓൺ എ സർക്കിൾ ഓഫ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ. ഒരു റെഗുലർ പെൻറ്റഗൺ, ഒരു സമപഞ്ചഭുജം, 5 വശങ്ങളുടെ നീളങ്ങൾ തുല്യമായിട്ടുള്ള ഒരു പഞ്ചഭുജം, അല്ലെങ്കിൽ എന്താ പറയുക, പെൻറ്റഗൺ, റെഗുലർ പെൻറ്റഗൺ, 5 വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു പഞ്ചഭുജം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എല്ലാ മൂലകളും വൃത്തത്തിലൂടെ കടന്നു പോകുന്നു. അപ്പം എന്തായി എന്ന് പറഞ്ഞാൽ അത് സർക്കിളായി എന്ന് പറഞ്ഞാൽ പരിവൃത്തായി. അപ്പോൾ ഒരു പഞ്ചഭുജത്തിന് ഒരു പരിവൃത്തം നമ്മൾ വരച്ചിരിക്കുന്നു. എല്ലാ മൂലകളും എല്ലാ വെർട്ടക്സുകളും സർക്കിളിൽ കൂടെ പാസ് ചെയ്യുന്ന തരത്തിലുള്ള സർക്കിളാണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്.
ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് റേഡിയസ്. ഇത് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഇത് 15 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് 15 സെൻറ്റിമീറ്റർ ആണ്. ശരി, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദിസ് പെൻഡഗൺ. ഇതിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എത്രയാണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇതിൻ്റെ വശത്തിൻ്റെ നീളം എത്രയാണ് എന്ന് പറഞ്ഞാൽ AB എത്രയാണ്, BC എത്രയാണ്, അത് അല്ലെങ്കിൽ ഓരോ വശം എത്രയാണ് നമുക്കറിയാം. എല്ലാ വശവും തുല്യമാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം AB കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ചോദ്യത്തിൽ നമ്മളോട് പറയുന്നത്. ഇതാലമ്പായില്ല, നമുക്കൊരു ത്രികോണം പോലെ കിട്ടിയാലേ കാര്യമുള്ളൂ. എങ്ങനത്തെ ത്രികോണം കിട്ടണം? ശ്രദ്ധയോടെ ഇരിക്കുക. എങ്ങനത്തെ ത്രികോണം? ഇതിങ്ങനെ നമുക്ക് ത്രികോണം കിട്ടണം, ഇങ്ങനെ നമുക്ക് ത്രികോണം കിട്ടണം. അല്ലാതെ ഇങ്ങനെ ത്രികോണം കിട്ടിയിട്ട് കാര്യമില്ല, ഇങ്ങനെയുള്ള ത്രികോണം കിട്ടിയിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു ത്രികോണം നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം, ഇങ്ങനെയുള്ളൊരു ത്രികോണം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതുകൊണ്ട് കാര്യമില്ല അല്ലേ. ഇവിടെ ഈ ത്രികോണമല്ല നമുക്ക് വേണ്ടത്. ത്രികോണം 3 മൂലകളും വൃത്തത്തിലൂടെ കടന്നു പോകണം. നമ്മൾ ശ്രദ്ധിക്കൂ, വൃത്തത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു, അതൊന്നും ശ്രദ്ധയോടെ ഇരിക്കും. അതായത് ഈ കോണിൻ്റെ അളവിൻ്റെ പകുതിയായിരിക്കും ഈ കോണിൻ്റെ അളവ്, ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഇതിൻ്റെ അളവ്. ഇത് വൃത്തത്തിൽ കേന്ദ്ര കോണെന്നാണ് നമ്മൾ പറയുക, സെൻട്രൽ ആംഗിൾ എന്ന് വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് 40 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ അളവ് എത്ര ഡിഗ്രി വരിക? 80 ഡിഗ്രി ആകും. ഇങ്ങനൊരു കാര്യം നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ, സർക്കിളിൻ്റെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയുള്ളൊരു ഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രി വരും. ഇവിടെ 80 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി വരിക? അതിൻ്റെ പകുതി 40 ഡിഗ്രി വരും. ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതിന് നമ്മൾ പറയും സെൻട്രൽ ആംഗിൾ എന്ന് വിളിക്കും. സെൻട്രൽ ആംഗിളിൻ്റെ മെഷറിൻ്റെ പകുതിയാണ് സർക്കിളിലുള്ള ട്രയാങ്കിളിൻ്റെ സർക്കിളിലുള്ള ആംഗിളിൻ്റെ മെഷർ. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയാണ്? 30 ഡിഗ്രി. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയാണ്? 60 ഡിഗ്രി. ഇത് എവിടെയാണെന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ദി സർക്കിളാണ് കേട്ടോ. എന്നാലേ അത് പറ്റുള്ളൂ നമുക്ക്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം നമുക്ക് നോക്കി നോക്കാം. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പം ഇത് ഒരു ഇതൊരു സമപഞ്ചഭുജമാണ്. ഒരു പഞ്ചഭുജത്തിൻ്റെ, ഒരു പെൻറ്റഗണിൻ്റെ കോണുകളുടെ അളവുകളുടെ തുക നമ്മൾ കണ്ടുപിടിക്കണം. ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ അളവുകളുടെ തുക കണ്ടുപിടിക്കാൻ നമ്മുടെ ഒരു ഫോർമുലയുണ്ട്. അതായത് ഒരു പോളിഗണിൻ്റെ സം ഓഫ് ദി ആംഗിൾസ്, അതായത് കോണുകളുടെ അളവുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. n-2 എന്ന് പറയുന്നത്. കാരണം എന്താ? കോണുകളുടെ അളവുകളുടെ തുകയിലേക്ക് നമ്മൾ എന്താ, കോണിൻ്റെ അളവിലേക്ക് നമ്മൾ എന്താ പോകാൻ കാരണം? ഇവിടെ ഒരു ആംഗിളിൻ്റെ മെഷർ പോലും നമുക്ക് തന്നിട്ടില്ല. ആംഗിളിൻ്റെ മെഷർ ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. ശരി, അപ്പോൾ നമ്മൾ സം ഓഫ് ദി ആംഗിൾസ്, കോണളവുകളുടെ തുക. എന്താ ഫോർമുല? n-2 × 180. ഇതാണ് അതിൻ്റെ ഫോർമുല. ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് സൈഡ്സ് ആണ്. എത്ര സൈഡ് ഉണ്ട്? 5. അപ്പോൾ 5 - 2 × 180. ദാറ്റ് മീൻസ് 3 × 180 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 × 24 ബാക്കി 2, 540 ഡിഗ്രിയാണ് ഇതിൻ്റെ എല്ലാ കോണുകളുടെയും അളവുകളുടെ തുക എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം കോൺ എയുടെ അളവ്, കോൺ ബിയുടെ അളവ്, കോൺ സിയുടെ അളവ്, കോൺ ഡിയുടെ അളവ്, അതുപോലെ തന്നെ കോൺ ഇയുടെ അളവ് എല്ലാം തുല്യമാണ്. അപ്പോൾ ഓരോന്ന് എത്ര വരിക? 540 ഡിവൈഡഡ് ബൈ 5. തുല്യമായിട്ട് എല്ലാവരും വീതിച്ചെടുക്കും. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? 5 5 ഒരു പ്രാവശ്യം, 5 4 0. അപ്പോൾ 0 പ്രാവശ്യം കൂടെ എഴുതിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ തെറ്റും. 40 8 പ്രാവശ്യം, 108 ഡിഗ്രിയാണ് വരിക. അപ്പോൾ എത്ര ഡിഗ്രിയാണ് കിട്ടുന്നത്? ഓരോ കോണും നമുക്ക് ഇവിടെ കിട്ടുക 108 ഡിഗ്രിയാണ്. അത്രയും കാര്യങ്ങൾ പിടി കിട്ടിയ. അപ്പോൾ ഇതിൻ്റെ അളവ് എത്രയാണ് നമുക്ക് കിട്ടുക? ഇത് 108 ഡിഗ്രിയാണ്, ഇവിടെ 108 ഡിഗ്രിയാണ്, ഇവിടെ 108 ഡിഗ്രിയാണ്. അങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ കിട്ടാൻ പറ്റും.
ശരിയല്ലേ? അങ്ങനെ നമുക്ക് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഓരോ കോണിൻ്റെയും അളവ് എത്ര ഡിഗ്രി ആയി കിട്ടിയിരിക്കുന്നു? 108 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു. അതൊരു മാർഗം. ഇനി മറ്റൊരു മാർഗമുണ്ട്. ഞാൻ ഇത് തമ്മിൽ അപ്പോൾ 108 ഡിഗ്രി ഇട്ടാ അത് അവിടെ കിടക്കട്ടെ. ഈ മാർഗം വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കൂ, ഇവിടുന്ന് ഇവിടേക്ക് യോജിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കി ABD എന്ന് പറയുന്ന ഒരു ത്രികോണം നമുക്ക് കിട്ടിയില്ലേ? ABD എന്ന് പറയുന്ന ഒരു ത്രികോണം നമുക്ക് കിട്ടിയിരിക്കുന്നു. ശ്രദ്ധിച്ചോളൂട്ടാ. ABD എന്ന് പറയുന്ന ഒരു ത്രികോണം നമുക്ക് കിട്ടിയിരിക്കുന്നു. നമുക്ക് ABD എന്ന് പറയുന്ന ഒരു ത്രികോണമാണ് കിട്ടുന്നതെങ്കിൽ ശ്രദ്ധിച്ചോളൂ, നമുക്ക് ഇങ്ങനെ ഒരു ത്രികോണം കിട്ടിയാൽ അതുപോലെ തന്നെ ഈ സൈഡിന്റെ ലെങ്ത് നമുക്ക് കിട്ടണം. ഈ സൈഡിന്റെ ലെങ്ത്തും ഈ കോണിന്റെ അളവ് നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ശരിയല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിൾ ABD എന്ന് കരുതുക. അപ്പൊ നമുക്കിനി എന്ത് വേണം? ഇതിന്റെ അളവ് നമുക്ക് കിട്ടണം. ഡിയുടെ അളവ് നമുക്ക് കിട്ടണം. ഏതിന്റെയാണ്? ADBയുടെ അളവ് കിട്ടണം. ADBയുടെ അളവ് നമുക്ക് കിട്ടണം. ഈ അളവ് നമുക്ക് കിട്ടണം. പക്ഷെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് EDC, അതായത് മുഴുവൻ കോണിന്റെയും അളവുണ്ട് 108 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട്. മുഴുവൻ കോണിന്റെയും അളവുണ്ട് 108 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടെത്തിയതാണ്. മുഴുവൻ കോണിന്റെയും അളവ് എത്ര ഡിഗ്രിയാണ്? അത് 108 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ത്രികോണം വെച്ചുകൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? ABയുടെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട്. ഇത് കിട്ടാൻ എന്താ മാർഗം? സൂത്രപ്പണി പറഞ്ഞുതരാം. ഈ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിനകത്ത് 3 കോണുകളുണ്ട് അല്ലേ? ഈ 3 കോണുകളുടെയും അളവുകൾ തുല്യമാണ്. ഈ 3 കോണുകളുടെയും അളവുകൾ തുല്യമാണ്. അതായത് ഞാൻ പറയാം, ദാറ്റ് ഈസ് ആംഗിൾ EDC ഈക്വൽ ടു 108 ഡിഗ്രി. EDC 108 ഡിഗ്രി, സംശയമില്ല. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? ഈ കോണാണ് നമുക്ക് ആവശ്യം. അതായത് ADB ആണ് നമുക്ക് ആവശ്യം. എങ്ങനെ ADB കിട്ടുക? ഈ കോണിന്റെ അളവും ഈ കോണിന്റെ അളവും ഈ കോണിന്റെ അളവും തുല്യമാണ്. സമപഞ്ചഭുജമാകുമ്പോഴത്തെ കാര്യമാണ്, റെഗുലർ പെന്റഗൺ ആകുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ വരുമ്പോ ആംഗിൾ, ഇനി നമുക്ക് ജോയിൻ പറയാം അല്ലെ? ജോയിൻ എന്തൊക്കെ ജോയിൻ ചെയ്തേ? AD, അതുപോലെ തന്നെ BD, ADയും BDയും ജോയിൻ ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ട്രയാങ്കിൾ കിട്ടുക? ഇൻ ട്രയാങ്കിൾ ADB എന്ന് പറയുന്ന ത്രികോണത്തിനകത്ത് എത്തിയില്ലേ? ത്രികോണത്തിനകത്ത് അതിൽ കോൺ ADB എന്ന് പറയുന്ന കോണിന്റെ അളവ് കിട്ടാൻ എന്താ വേണ്ടേ? ADB ഇതിന്റെ അളവ് നമുക്ക് കിട്ടണം. എന്താ വേണ്ടത്? അപ്പോൾ 108 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി? അത് 36 ഡിഗ്രി. അപ്പോൾ ഇതിന്റെ അളവ് നമുക്ക് എത്രയെന്ന് കിട്ടുന്നു എന്നർത്ഥം? 36 ഡിഗ്രി കിട്ടുന്നു. എത്തിയോ നോക്കി? ഇതിന്റെ അളവ് 36 ഡിഗ്രിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് നോക്കി. ഇതിന്റെ അളവ് 36 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തെ സംബന്ധിച്ച് ഒരു വശത്തിന്റെ നീളം അത് നമുക്ക് കണ്ടുപിടിക്കണം. ഒരു റേഡിയസ് നമ്മുടെ കയ്യിലുണ്ട് 15 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് റേഡിയസ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു കോണിന്റെ അളവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? AB കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഫോർമുല എഴുതുന്നു. AB ഈക്വൽ ടു എന്താ ഫോർമുല? 2R സൈൻ. ഇവിടെ നമുക്ക് ഈ ത്രികോണം വരുമ്പോൾ എന്താ വരിക? സൈൻ ADB. ഓക്കെ, അതായത് 2 ഇൻറ്റു R എത്രയാണെന്ന് പറഞ്ഞേ? ആരം 15 ഇൻറ്റു സൈൻ ADB എന്ന് പറഞ്ഞാൽ സൈൻ എത്ര ഡിഗ്രിയാണ്? 36 ഡിഗ്രി. ഇത്രയും എത്തിയോ നോക്കി? അതായത് താഴെ ഞാൻ എഴുതാൻ നേരെ അല്ലേ? ഇത് തമ്മിൽ കുടിക്കുമ്പോൾ 2 × 15 എത്രയാണ്? 30 ഇൻറ്റു സൈൻ 36ന്റെ വില എന്നെ കുടിച്ചാൽ മതി. സൈൻ 36ന്റെ വില എന്താ വരിക?
sin 36 വില 0.5877. 0.5878. ഇത് തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്തിൻ്റെ നീളം കിട്ടും? എ ബിയുടെ നീളം കിട്ടും. അതുപോലെ തന്നെ ബി സിയുടെ നീളം കിട്ടും. അതുപോലെ തന്നെ സി ഡിയുടെ നീളം, ഡി ഇയുടെ നീളം, എ ഇയുടെ നീളം ഒക്കെ നമുക്ക് ഇത് കണ്ടുപിടിച്ചാൽ കിട്ടും. എത്തിയോ നോക്കി? അപ്പോൾ ചെറുതായിട്ടൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ഈ കോണിൻ്റെ അളവ് കണ്ടുപിടിച്ചാലേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താ? ഈ കോണിൻ്റെ അളവാണ് അല്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്തു? മൊത്തം എത്ര അളവാണെന്ന് നോക്കി, 540 ഓരോ കോണിനും ഒക്കെ എത്രയാണ് വരിക? 108 ഡിഗ്രി വീതമാണ് വരിക. ഇത് മൊത്തം 108 ഡിഗ്രി എന്നാണ് പറഞ്ഞതിനർത്ഥം. മൊത്തം 108 ഡിഗ്രിയാണ്. നമുക്ക് മൊത്തം 108 വേണ്ട, നമുക്ക് ഇതിൻ്റെ അളവ് മാത്രം കിട്ടിയാൽ മതി, ഇതിൻ്റെ അളവ് മാത്രം. അപ്പോൾ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം അവയൊക്കെ തുല്യമാണ് അല്ലേ? അവയൊക്കെ തുല്യമായതുകൊണ്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 36 ഡിഗ്രി കിട്ടുന്നു. ഇനി നമുക്ക് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ സൈൻ ഏത് കോണ വരിക? ഈ വശത്തിൻ്റെ എതിർ കോൺ, അതായത് എ ഡി ബി. ഒന്നുകിൽ എ ഡി ബി എന്ന് എഴുതാം, സൈൻ എ ഡി ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡി എന്ന് എഴുതിയാലും മതി കേട്ടാ. ഡി എന്ന് എഴുതിയാലും മതി. നമ്മൾ പരിഗണിക്കുന്നത് ഈ ത്രികോണം വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ത്രികോണത്തെ മുറിച്ച് ഞാൻ അവിടേക്ക് എടുത്ത് വെച്ചതാണത് അല്ലേ? അതായത് ഇത് നമ്മുടെ കയ്യിൽ 15 അല്ലേ? ഓക്കെ, ഇതൊന്ന് എഴുതി വെച്ചോളൂ, ചെയ്തു കേട്ടോ. ഇത് കുളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 0.0 ഇല്ല, 0 ഇല്ലാന്ന് കിട്ടിയത്. അപ്പം എന്താ വരിക? 58, 78നെ എന്തുകൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിച്ചാൽ 8 3 24, ബാക്കി 2, 7 3 21, 23 ബാക്കി 2, 24 26, ബാക്കി 2, 5 2 17. ഒരു 0 ചേർക്കാനുണ്ട് അല്ലേ? 0 ചേർത്തു. എത്ര സ്ഥാനം മാറ്റി? 4 സ്ഥാനം. അപ്പോൾ എത്രയായി? 17.63 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. 17.63 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് അതിൻ്റെ അളവ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാ വശങ്ങളിലെയും നീളങ്ങൾ അത്ര തന്നെയാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ എഴുതാമെന്ത്? ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി പോളിഗൺ അല്ലെങ്കിൽ ബഹുഭുജം എത്രയാണ്? 17 പോയിന്റ്. എ ബിയുടെ നീളവും ബി സിയുടെ നീളവും എ സി എല്ലാത്തിൻ്റെ നീളവും എത്ര ആയിരിക്കും? ഈ പറഞ്ഞ 17.63 സെൻറ്റിമീറ്റർ. ഇത്രയായല്ല? ഓക്കെ.